നമസ്കാരം. ഇത് വെഡ്രിങ് മാട്രിമോണി കോയമ്പത്തൂർ നിന്നാണ്. കുറേ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കാരണം എന്താ വെച്ചാൽ നമ്മൾ പലവരും പല മാട്രിമോണി ആയിക്കോട്ടെ, മാരേജ് ബ്യൂറോ ടൈപ്പിലുള്ള ആൾക്കാരായിക്കോട്ടെ, പല രീതിയിലാണ് ക്യാൻവാസ് ചെയ്യുന്നത്. നമ്മൾ കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ടാണ് നിങ്ങൾ വിളിക്കുന്നത്. ഒരിക്കലും നമ്മൾ എന്താ പറയുക, നമ്മൾക്കൊരു ലീഡ് വന്നാൽ അത് നല്ല രീതിയിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണുള്ള ആൾക്കാരുടെ വലിയൊരു വിങ്ങാണ് നമ്മുടെ കയ്യിലുള്ളത്. നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ സത്യം പറഞ്ഞാൽ നിങ്ങളോട് സത്യം ഞങ്ങൾ ഓപ്പനെ പറയാം. ഞങ്ങളൊരു രസത്തിന് തുടങ്ങിയൊരു സംഭവമാണ് വെഡ്രിങ് മാട്രിമോണി എന്നുള്ളത്. ഞങ്ങൾ ഓൾറെഡി എന്താ പറയുക മാൻ പവർ ഏജൻസികളാണ്. അപ്പോൾ അത് ചെയ്തിട്ട് 7 വർഷമായി അതന്നെ ചെയ്യണം. നമ്മൾക്ക് കണ്ടമാനം ലിങ്കുകളുണ്ട്. അതിൻ്റെ പേരിലാണ് നമ്മൾ തുടങ്ങിയത്. ഇപ്പോൾ എന്താ വെച്ചാൽ കൂടുതൽ ആൾക്കാർ നമ്മൾ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് പേർക്ക് നമ്മൾ വാക്ക് കൊടുത്തിട്ടുണ്ട് ഇത് ചെയ്തു തരാമെന്നുണ്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇത് നിർത്താനോ ഒന്നും പറ്റില്ല. കാരണം അത്രയും ആൾക്കാർ നമ്മളെ വിശ്വസിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രധാനമായിട്ട് തന്നെ അത് കൊണ്ടുപോകണം. ആപ്പായിട്ടില്ല, ആപ്പിനുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ള മാട്രിമോണി കുറച്ച് ഡിഫറെൻ്റായിട്ട് ചെയ്യണം എന്ന് മാത്രമാണ് നമ്മളുടെ ആഗ്രഹം. കുറേ ആൾക്കാർ മാക്സിമം ക്യാൻവാസ് ചെയ്തിട്ട് അവരിൻ്റെ നിങ്ങളിൽ നിന്ന് പൈസ ഊറ്റുക എന്നല്ലാതെ വേറെ ഒരു കാര്യമില്ല. നിങ്ങൾക്ക് തന്നെ അനുഭവങ്ങൾ കുറേ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷെ നമ്മൾ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് നമ്മളെ വിളിക്കാം. കാരണം ഒരുപാട് പേര് ഇതിൻ്റെ ബാക്ക് എൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് കല്യാണം ആകാത്ത ഒരുപാട് ആൾക്കാരെ കൂടി ഒരു കൂട്ടായ്മ തന്നെയാണിത് ഇത് ചെയ്യുന്നത്. അതായത് സാധാരണ ഒരു മാരേജ് ബ്യൂറോ ടൈപ്പിലോ അല്ലെങ്കിൽ മാട്രിമോണി ടൈപ്പിലോ നമ്മൾ ചെയ്യുന്നതല്ല. അപ്പോൾ അത് ഒരു തികച്ചും ഈ ബ്രോക്കേഴ്സിനെ കൊണ്ടും മറ്റുള്ള മാട്രിമോണിയിലും മനം അടുത്തിട്ട് തുടങ്ങിയതാണ്. മനസ്സിലായാലും. അപ്പോൾ അതുകൊണ്ട് ധാരാളമായിട്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. ഞങ്ങളെ കൊണ്ട് ആവുന്ന രീതിയിൽ സർവീസ് ചെയ്യാം. പിന്നെ ഫ്രീ ആയിട്ടൊന്നുമല്ല, ഞങ്ങൾ സർവീസ് ചാർജ് വാങ്ങിക്കുന്നുണ്ട്. രജിസ്ട്രേഷൻ ഫീസും വാങ്ങിക്കേണ്ടത് അത് ജെൻസിൻ്റെ നിന്ന് മാത്രം വാങ്ങിക്കുള്ളൂ. ലേഡീസിൻ്റെ നിന്ന് ഒരു ഇതും വാങ്ങിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ലേഡീസിൻ്റെ ഡാറ്റ ഉണ്ടെങ്കിൽ കല്യാണം നടക്കുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ലേഡീസിൻ്റെ ഡാറ്റ കൂടുതലായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ഒരുപാട് പേര് കല്യാണം ആകാതെയും ഒരുപാട് നല്ല സ്റ്റാൻഡേർഡ് ആൾക്കാർ മാത്രം എടുക്കുന്നു. സാധാരണപ്പെട്ടവരും വിളിക്കാം. സാധാരണപ്പെട്ടവർ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ആൾക്കാർക്ക് നമുക്കത് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആരും വിളിക്കാതെയും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. എന്ന് വെച്ചാൽ ഹെൽപ്പ് മീൻസിന് നമ്മൾക്ക് പൈസ ഉണ്ടാക്കാനുള്ളതല്ല, കൂടുതൽ ആൾക്കാരുമായിട്ട് എത്തിച്ചാലും നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങളുടെയും കൂടി സഹകരണം ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് കൂടുതൽ നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകാൻ നടക്കും. ഒത്തിരി പേരാണ് കല്യാണം ആകാതെ നിൽക്കുന്നത്, കഷ്ടപ്പെട്ടുന്നതും. ഒരുപാട് പേരിൻ്റെ സങ്കടങ്ങൾ ഇപ്പോൾ രാവിലെ തന്നെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാരും ഇവിടെ വന്ന് ഓരോ വിഷമങ്ങൾ പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇതിന് ഇറങ്ങിച്ചെല്ലണം. ഞങ്ങൾ ഇത് മാത്രമല്ല മാൻ പവറും കൂടി ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ല. അപ്പോൾ മാൻ പവറും മാൻ പവർ ചെയ്യുന്നതിന് ഗുണം എന്ന് വെച്ചാൽ കൂടുതൽ നമുക്ക് കോൺടാക്റ്റുകൾ കിട്ടും. പിന്നെ അതിൻ്റെ ബാക്ക് എൻഡിൽ നമ്മൾ റീൽ സെറ്റും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് വെച്ചിട്ട് കൂടുതൽ കോൺടാക്റ്റുകൾ വരുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ലീഡുകൾ ഞങ്ങൾ എത്തിച്ചു തരാൻ ഞങ്ങളെക്കൊണ്ട് സാധിക്കും. മനസ്സിലായി. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ സെക്കൻഡ് മാരേജ് ഉള്ളവരും ഫസ്റ്റ് മാരേജ് ഉള്ളവരും തീർച്ചയായും അധികം എനിക്ക് തോന്നുന്നു മുസ്ലിംസിലിപ്പോൾ തമിഴ്നാട് ബേസിൽ രാവുത്തർ അവരിൻ്റെ ഇതിൽ വന്നിട്ടുണ്ട്, കുറേ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ക്രിസ്ത്യൻസിൽ ഏറ്റവും കൂടുതൽ ബന്ധക്കോസുകൾ വന്നിരിക്കുന്നത് ഊട്ടി ഭാഗത്താണ് കൂടുതൽ വന്നിരിക്കും. മറ്റുള്ളവരും ഇതിൽ പങ്കാളികളാവാം. നമ്മൾ കേരളവും തമിഴ്നാടും മാത്രം തെലുങ്കാനയും 4 സ്റ്റേറ്റാണ് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യണം. അവിടെയൊക്കെ നമ്മുടെ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ നമ്മൾക്ക് എന്താ വെച്ചാൽ ലീഡുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത ഒരുപാട് പേർക്ക് ഞങ്ങൾ കല്യാണം നടത്തി കൊടുത്തിട്ടില്ല എന്നുള്ള സത്യം. എന്താ വെച്ചാൽ അത്രയും ലീഡുകൾ വന്നില്ല, എല്ലാം പെൻഡിങ്ങാണ്. അപ്പോൾ അവരൊന്നും നമ്മളോട് ദേഷ്യപ്പെടാനല്ല അവർക്ക് തോന്നുന്നത്. ഇതെങ്ങനെയും സഹകരിച്ചിട്ട് നമുക്കത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവർ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇതൊരു കൂട്ടായ്മയിലും മാത്രമേ ഇതെന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ പ്രശ്നം തോൽവിയല്ലോ. ഈ പെണ്ണ് കെട്ടുന്നില്ല നമ്മളെന്നും കംപ്ലൈൻ്റാണ്. ഇതിന് വേണ്ടിയിട്ട് ആരെങ്കിലും ഒരാൾ മുതിർന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തീരാവുന്ന കാര്യങ്ങളുള്ളൂ. മനസ്സിലായില്ല. ഇപ്പോൾ പെണ്ണ് കെട്ടാതെ ആരും തന്നെ വിഷമിക്കരുത്. വിഷമിക്കുക പറഞ്ഞാൽ വിഷമിച്ചിട്ട് ഒരു കാര്യമൊന്നുമില്ല. നമ്മളൊരു കൂട്ടായ്മ തീരുമാനം എല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ല. പിന്നെ നമ്മൾ അടുത്തവൻ കല്യാണം കഴിച്ചില്ല, അവൻ പെണ്ണ് കെട്ടാതെ നടക്കുന്ന വ്യക്തിയാണ്, അങ്ങനെ പറയുന്നവർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായില്ല. നമ്മൾ മറ്റുള്ളവനെ കുറ്റം പറയാനേ പറ്റുമോ. ഒരാൾക്കും നമ്മളെന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാനുള്ള മനസ്സുള്ളവന് തീർച്ചയായിട്ടും നമ്മളെ മുന്നിൽ ഇറങ്ങി വരിക. ഇതൊരു നമ്മൾ മാത്രമല്ല നിങ്ങളും കൂടി സഹകരിക്കണം. ഇതിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കാം. നമ്മൾ കേരള, തമിഴ്നാട്, ആന്ധ്ര, തെലുങ്കാന 4 സ്റ്റേറ്റുമാണ് ഇപ്പോൾ നമ്മൾ
മറ്റേ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെയൊക്കെ നമ്മൾ ആൾക്കാർ കുറേ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മളൊരു വലിയൊരു കൂട്ടായ്മയാണത്. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങളും പങ്കുചേരാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും വിളിക്കാം. ഈ പ്രശ്നം നമ്മൾ എന്നും പറയുന്നത് പെണ്ണ് കിട്ടുന്നില്ല എന്നുള്ളൊരു വലിയൊരു ആഗോള പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അതിനുള്ള സോൾവ് ചെയ്യാനുള്ളത് മനസ്സ് അതെല്ലാവരും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിതിന് സോൾവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒത്തിരി പേര് ആത്മഹത്യൻ്റെ വക്കീൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. കാരണം ഒറ്റപ്പെട്ടു പോയാൽ എന്ത് ചെയ്യാൻ പറ്റും പറഞ്ഞാൽ മനസ്സിലായി. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളൊരു നല്ലൊരു തീരുമാനത്തോടെ നല്ലൊരു മനസ്സോടെ കൂടിയിട്ട് നമുക്ക് എല്ലാവരും ഒന്ന് പ്രയത്നിക്കാം. തീർച്ചയായിട്ടും ഞങ്ങളൊപ്പം നിന്ന് സഹകരിക്കാനുള്ള ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാം. ഇതൊരു ആഗോള പ്രശ്നം തന്നെയാണിത്, മനസ്സിലായാലും. അപ്പോൾ തീർച്ചയായും ഒറ്റപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അതാവാതിരിക്കാൻ എല്ലാ മതത്തിനും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജാതി മതങ്ങളൊന്നും നോക്കരുത്. കാരണം ഇരിക്കണതേ നമ്മൾ 10-60 വർഷം 70 വർഷമൊക്കെ ഇരിക്കുള്ളൂ. അപ്പം അതിൽ ചില നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ മരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അത് വെച്ചാൽ അതിൻ്റെ കൂടെ പങ്കാളിയാവുക എന്നുള്ളത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ മതത്തിനും നമ്മൾ സ്വാഗതം ചെയ്യണം. അപ്പോൾ അതിനുള്ള ഇപ്പോൾ ജോലിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനുള്ള ബെനിഫിറ്റും ഇവിടെ ചെയ്യാം. നമ്മൾ ഇപ്പോൾ ഫ്രീ ആയിട്ടൊന്നും ആരും ചെയ്തു കൊടുക്കുന്നില്ല, അതല്ലേ, പൈസകൾ വാങ്ങിക്കുന്നുണ്ട്. കാരണം ബാക്ക് എൻഡിൽ ഇപ്പോൾ 10-80 ആൾക്കാർ വർക്ക് ചെയ്യണം. അപ്പോൾ ഓരോ ലീഡ് കൊണ്ടുവന്നാലും അവർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കല്യാണങ്ങൾ കഴിയുന്ന സമയത്തും നിങ്ങൾക്കുള്ള പ്രതിഫലം കിട്ടുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു കൂട്ടായ്മയാണ്. ഇപ്പം നമ്മൾ ഒരു നല്ല കാര്യങ്ങൾ നടക്കട്ടെ, ഒരുത്തനും ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയൊരു കാര്യമാണ്, ഒരു പുണ്യപ്രവൃത്തിയായിട്ട് തന്നെ വിചാരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളോട് സഹകരിക്കാം. ലേഡീസിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടമാനം വിളിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും കുറേ ലേഡീസുകൾ വന്നാൽ മാത്രം ജനതകൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കുറേ വീഡിയോകൾ ചെയ്തു, കുറേ ബ്രോക്കേഴ്സുകൾ അറിഞ്ഞു. ഇപ്പോൾ എന്തു തന്നെ ചെയ്താലും നിങ്ങളോട് സത്യം പറയാം. കാരണം ഒരു 100 ആൾക്കാരുടെ അലയൻസ് നോക്കിയാൽ ഒരുത്തിനും ഒന്നും ശരിയാവുന്നുള്ളൂ, മനസ്സിലായില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കൂടുതൽ ആൾക്കാർ വരുന്ന സമയത്ത് നമുക്കത് പെട്ടെന്ന് ക്ലോസ് ചെയ്യാനും വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റും നിങ്ങൾക്ക് ചെയ്തു തരാം. വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ വരാം. പിന്നെ കല്യാണങ്ങൾ ആവശ്യമുള്ളവരും ഞങ്ങളെ വിളിക്കാം കേട്ടോ.